മിശിഹായാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുണ്ടാക്കി. ഇത് അവളെ കടയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി എനിക്ക് തന്നെ പ്രതീക്ഷിക്കുന്നതിനും അവൾ കളവിഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹാ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോട് മിശിഹായോട് ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായി. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായി. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുവായി. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരുടെ അടുത്ത് കൊണ്ടു ചെല്ലുകയും എന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ അവർ അപ്രകാരം ചെയ്യും. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തര വീഞ്ഞ് ആദ്യം വളർന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു വരും. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ചു. പ്രിയപ്പെട്ട ആശുമാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹനിറഞ്ഞ ജസ്തി അനീന, വിവാഹമെന്ന ഉദാസീകരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി മാതാപിതാക്കൾ അനുഗ്രഹം നേടി കൈകൾ പിടിച്ച് നിങ്ങളുടെ ദേവാലയത്തിലായിരിക്കുക.
എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നിങ്ങൾക്ക് സ്നേഹത്തോടുകൂടി അച്ഛൻ നേരുകയാണ്. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ഉറപ്പാണ് ജസ്നും അനിയനും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാനായിലെ കല്യാണ വിരുന്നാണ് നമ്മൾ വായിച്ചത്. കാനായിലെ കല്യാണത്തിൽ നമ്മൾ കാണുന്നത് വലിയൊരു വിസ്മയമാണ്. അതുപോലൊരു വിസ്മയമാണ് ഇന്ന് നമ്മുടെ ഈ കാരിത്താസ് ഇടവകയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് പുതിയ ആളായി പുറത്തേക്ക് വരുമ്പോൾ ആരാണോ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് അവർക്കുണ്ടാകുന്ന ഒരു വിസ്മയത്തെ കുറിച്ച് ഈ തിരഞ്ഞെടുപ്പുകൾ പലതവണ പങ്കെടുത്ത ബ്രിട്ടീഷ് കാർഡിനലായിരുന്ന ബേസിൽ ഹ്യൂം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ആ നിമിഷം വരെ ഞങ്ങളുടെ കൂട്ടത്തിൽ കർദിനാളായിരുന്ന ഒരു വ്യക്തി കറുത്ത ഉടുപ്പൊക്കെ മാറ്റി പുതിയ വെളുത്ത ഉടുപ്പൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് ഞങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് പുതിയൊരു ആളായി സിസ്റ്റേൻ ചാപ്പലിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു വിസ്മയം, അത് ലോകത്ത് മറ്റൊരു വ്യക്തിക്കും അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിസ്മയമാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതേ ഒരു വിസ്മയം തന്നെയാണ് ഇന്ന് കാനായിലെ വിസ്മയം തന്നെ ഇവിടെ കാരിത്താസിൽ സംഭവിക്കുന്നത്. അതായത് ഒരേ ഇടവകയിൽ ജനിച്ചു വളർന്ന് ഒരേ ക്ലാസ്സുകളിൽ പഠിച്ച് തിരുവാല സംഗീതത്തിലും മിഷനിലേക്കും യുവജന സംഘടനയായ യേശുവിലേക്ക് ഒന്നിച്ച് പ്രവർത്തിച്ച് ഇവിടെ ഒരു വലിയ വിസ്മയത്തിലേക്ക് നിങ്ങൾ മാറുകയാണ് നിമിഷം. അതായത് ആ വിസ്മയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളർന്ന് പക്വതയിലെത്തി ഒരു കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുമെന്നൊക്കെ വേണം അത്രമാത്രം പ്രാപ്തിയുള്ളവരായി തീർന്നു എന്നുള്ളൊരു വിസ്മയമാണ്. ഇടവകയിലുള്ള ആളുകളൊക്കെ നിങ്ങൾ ഇപ്പോൾ കൊച്ചു കുട്ടികളായിരുന്നപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും നിങ്ങളുടെ ബന്ധുമിത്രാദികളൊക്കെ അവർ ഇപ്പോൾ ഈ നിമിഷം നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഈ ദേവാലയത്തിന്റെ പരിസരങ്ങളോട് നടന്നു വേദപാഠം പഠിച്ചതും പരസ്പരം ആശയങ്ങൾ കൈമാറിയിരുന്നു, യുവജന സംഘടനയിലൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചു. കാനായിലെ ഇത്തരത്തിലൊരു വിസ്മയം നടന്നതിനെ പറ്റി ഒരു വലിയ ആഘോഷത്തിന്റെ വേളയിൽ, അതായത് അവിടെ വീഞ്ഞു തീർന്നു പോവുകയാണ്. നമ്മുടെ തന്നെ അനുഗ്രഹമായി മാറുക. നമ്മുടെ അതിരൂപതയിൽ സമുദായത്തിൽ തിരുസഭയ്ക്ക് അനുഗ്രഹമായി മാറുന്നതിലായി മാറുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ ഈ മാതൃക ഇനിയും ഈ ഇടവകയിൽ നമ്മുടെ വ്യത്യസ്തമായ ഇടവുകളിലൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങളെ ഒരുമിച്ച് യുവജനങ്ങൾക്ക് വലിയൊരു മാതൃകയാണ്. നിങ്ങൾ നല്ലൊരു മാതൃകയാണ് കൊടുക്കുന്നത്. ആ മാതൃക ഇനി ജീവിതത്തിന്റെ അവസാനം വരെ മനോഹരമായിട്ട് കൊണ്ടുപോകാനായിട്ട് ഇത് കാരണമാകട്ടെ. അങ്ങനെ നല്ല ഒരു ദാമ്പത്യ ജീവിതം ആശംസിക്കുന്നു. ദൈവത്തിന്റെ സഹായവും കരുണയും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ. ഞങ്ങളുടെ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാനിവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുനാമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ദൈവം. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹങ്ങളുടെ കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പ്രകടനം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ
സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായ ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ജസ്റ്റിസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അനിയനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കും. അനിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജസ്റ്റിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കും. നിങ്ങൾ ഈ വിവാഹോടമ്പടിക്ക് സാക്ഷികളാണ്. പൊതുപരമായ പേര് അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. മോതിരം വെച്ചിരിപ്പ്. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മന്ത്രകോടി വെച്ചിരിപ്പ്. കൃപാവരത്തിന്റെ അനിശ്ചിത വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി
ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ, നിങ്ങൾ തലകുറിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയാകട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇവരുടെ കുടുംബങ്ങളുടെ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധയും പ്രാർത്ഥനയെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തെയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ഉദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി